അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം തന്നെ. നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെ? എനിക്കും സുഖം. അല്ല, ഈ പഠനത്തിൽ പിന്നോട്ടാണെന്ന് കേട്ടു. അതൊന്നുമില്ല, പഠനം ഒക്കെ എത്ര മതി. അതൊന്നും പോരാ, പഠിച്ചു വളരണം, ഇല്ലെങ്കിൽ സമൂഹത്തെ വിലയുണ്ടാവില്ല. സമൂഹത്തിൽ വിലയില്ലെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ വിലയുണ്ടതുണ്ടല്ലോ. അതെന്താ? മൊബൈൽ. അതുപോലെ നമുക്ക്. എന്ത് മൊബൈലോ? നിന്റെ കയ്യിലോ? മുട്ടയിൽ നിന്ന് വിട്ടിട്ട് പോലുമില്ല. അതെന്താ, എന്റെ പ്രായത്തിലുമുള്ള എത്ര ആളുകളുടെ കയ്യിൽ മൊബൈലുണ്ട്. അതുകൊണ്ട് നീ കൊണ്ട് നടക്കണോ? മനുഷ്യരെ നശിപ്പിക്കാൻ അത് മതി. മൊബൈൽ കൊണ്ട് എങ്ങനെ നശിക്കാനാ? നിന്റെ മൊബൈലിലെ ഡാറ്റകളെ കുറിച്ച് ഒന്ന് പറയോ? അതിൽ മെസ്സേജ്, മ്യൂസിക്, വീഡിയോ അങ്ങനെ പലതുമുണ്ട്. അങ്ങനെ പലതും എന്നാൽ പറയില്ല, പറഞ്ഞാൽ പ്രശ്നമാണ്. അതാ പറഞ്ഞത്, രക്ഷിതാക്കൾ അറിയാത്ത പലതും മൊബൈലിൽ കൊണ്ടു നടക്കുന്നു. അതിന് എന്റെ രക്ഷിതാക്കൾ ഇവിടെ ഇല്ലല്ലോ. ഞാൻ നിന്നോട് തർക്കിക്കാനില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് പറയാം. പഠിക്കേണ്ട സമയത്ത് മൊബൈലുമായി കളിച്ചാൽ പഠനത്തിൽ പിന്നോട്ട് പോവുകയും നാശത്തിലാവുകയും ചെയ്യും. അത് ശരിയാണ്, ഞാൻ നന്നാവാം. രക്ഷിതാക്കളെ കൊച്ചുകുട്ടികൾക്ക് മൊബൈൽ നൽകി കുട്ടികളെ ഭാവി നഷ്ടപ്പെടുത്തരുത്. ഇത്ര പറഞ്ഞ് ഞങ്ങൾ സംഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമലൈക്കും. എന്താടാ ഹഫീസ, നീ എന്താ ഞാൻ സലാം പറയുമ്പോൾ മടക്കാത്തത്? അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ. അതൊക്കെ പോട്ടെ, ഇപ്പൊ മദ്രസയിലൊന്നും പോകാത്തെ? ആ, മദ്രസയിലോ? പണ്ട് ഇത്താന്റെ കൂടെ പോയിട്ടുണ്ട്. ഷോ, മദ്രസയിലല്ല, മദ്രസയിൽ പോയിട്ടുണ്ടോന്ന്? ആ, മദ്രസയിലോ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലീവാണ്. അപ്പൊ നിന്റെ വീട്ടിലാരും നീ ഉപദേശിക്കാറില്ലേ? ആ, വാപ്പ ഉപദേശിക്കാറുണ്ട്. എന്നിട്ട് നീ എന്താ നന്നാവാത്തത്? അല്ല, നിന്റെ വാപ്പ എന്താ നിന്നെ ഉപദേശിക്കാറുള്ളത്? കൃത്യമായി സ്കൂളിൽ പോകണം, വൈകുന്നേരം ട്യൂഷന് പോകണം, പിന്നീട് കളിക്കണം, രാത്രി TV കാണണം. ഷോ, ബെസ്റ്റ് ഫാമിലി. നിന്നെ ഒന്നും പറഞ്ഞിട്ടേ കാര്യമില്ല, എന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, മദ്രസയിൽ പോയിട്ട് എന്താണ് കാര്യം? മദ്രസയിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതൊന്നും പഠിക്കേണ്ട കാര്യം എനിക്കില്ല, എനിക്കെല്ലാം അറിയാം. എന്നാൽ ഞാൻ നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ആ, ധൈര്യമായി ചോദിച്ചോ, നല്ല ഉത്തരം തരാം. കുളിയുടെ ഫർള് എന്താണ്? ഇതായിരുന്നു തന്റെ ഇത്ര വലിയ ചോദ്യം. സോപ്പ്, പാട്ട, ചേരി, വെള്ളം. ഷോ, ഇതായിരുന്നു തന്റെ ഇത്ര വലിയ ഉത്തരം. എന്നാൽ ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോ. ഭക്ഷണം കഴിക്കാൻ നേരത്തെ എന്താണ് പറയാറുള്ളത്? ഉമ്മ, ചോറ് താ. അപ്പോൾ ഇതായിരുന്നു ഭക്ഷണം കഴിക്കാൻ നേരത്തെ പറയാറുള്ളത്. ഓ, എന്തോ ഒരിടം. ഹഫീസെ, കുളിയുടെ ഫർള് 2. 1 നിയ്യത്ത്, 2 ശരീരം മുഴുവൻ ഒലിക്കണം ഭക്ഷണം കഴിക്കാൻ നേരത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നന്നാവാൻ തോന്നുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ കൃത്യമായി മദ്രസയിൽ വരണം. ആ, നാളെ തൊട്ട് ഞാൻ കൃത്യമായി മദ്രസയിൽ വരാം. ഇൻഷാ അല്ലാഹ്. എന്നാൽ നമുക്ക് പിരിയാം. നാളെ മദ്രസയിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എങ്ങോട്ടാ ഇത്ര ധൃതി? സ്കൂളിൽ ഓണാഘോഷമുണ്ട്, നീ വരുന്നില്ലേ? ഞാനാണ് മാവേലിയായി അഭിനയിക്കുന്നത്. ഇല്ല, നീ എന്തു പൊട്ടത്തരമാണ് പറയുന്നത്? എന്താ ഇത്ര പൊട്ടത്തരം? ഓണം കേരളീയരുടെ ആഘോഷമല്ലേ? ആര് പറഞ്ഞു അത് കേരളീയരുടെ ആഘോഷമാണെന്ന്? അതിന് വല്ല തെളിവുമുണ്ടോ? തെളിവൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ പറഞ്ഞതങ്ങനെയാണ്. മോനെ, പണ്ട് കാലത്ത് ഹൈന്ദവ സമൂഹത്തെ അടിയാളന്മാരായ കർഷകർ വിളവെടുപ്പ് കാലത്ത് നടത്തിയ ആഘോഷമാണിത്. അത് പിന്നീട് പലരും ദേശീയ ഉത്സവമാക്കി മാറ്റി. അപ്പോൾ മുസ്ലിമുകൾക്ക് അത് ആഘോഷിക്കാൻ പറ്റില്ലെന്നാണോ? തീർച്ചയായും പറ്റില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു സമുദായത്തോടെ വന്നാൽ അവൻ അവനിൽപ്പെട്ടവനാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ഇത്ര കൗരണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് പറഞ്ഞു തന്നതിന് നന്ദി. ഇനി ഞാൻ മാവേലി ആവാൻ ഒന്നും പോകുന്നില്ല. മോനെ, നീ തെറ്റു മനസ്സിലാക്കിയല്ലോ. അള്ളാഹു നമുക്ക് നന്മ ചെയ്യട്ടെ. ആമീൻ. എന്നാൽ ഞാൻ പോവാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.